എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ് ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടഡ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നോക്കിയാലോ. യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ് അഥവാ ഇന്നത്തെ ചേരുവകൾ, that is theories of learning. അഡോളസൻ സൈക്കോളജിയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള തിയറീസ് ഓഫ് ലേണിംഗ്, അതുപോലെ തന്നെ MCQs ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ഹു പ്രിഫേർഡ് ടു കോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് ബൈ ദ നെയിം ഓഫ് സൈൻ ലേണിംഗ്. ഓപ്ഷൻസ് ആർ ഇവാൻ പാവ്ലോ, മൗറർ, മില്ലർ ആൻഡ് JB വാട്സൺ. ആൻഡ് ദ ആൻസർ ഈസ് മൗറർ. മൗററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹിസ് ഫുൾ നെയിം ഈസ് ഓർവെൽ ഹൊബർട്ട് മൗറർ. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്, നോൺ ഫോർ ഹിസ് റിസർച്ച് ഓൺ ബിഹേവിയർ തെറാപ്പി. മില്ലറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി ഫൗണ്ടേഴ്സ് ഓഫ് കോഗ്നേറ്റീവ് സൈക്കോളജി. ആൻഡ് ദെൻ വാട്ട് അബൌട്ട് JB വാട്സൺ? അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ് ആൻഡ് ഹൂ പോപ്പുലറൈസ്ഡ് ദ സയൻറ്റിഫിക് തിയറി ഓഫ് ബിഹേവിയറിസം. സോ ദ ആൻസർ ഈസ് മൗറർ, സൈൻ ലേണിംഗ്. ആൻഡ് ദ സെക്കൻഡ് വൺ, the second question is whenever behavior is correlated to specific eliciting stimuli, it is options are respondent behavior, operant behavior, stimulant behavior and fixed behavior. And the answer is respondent behavior. Is correlated to specific eliciting stimuli ആകുമ്പോൾ റെസ്പോണ്ടൻ്റ് ആയിരിക്കും. is not correlated ആകുമ്പോൾ എന്ത് വരിക? operant behavior ആയിരിക്കും. ആ കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. And the third one is according to Skinnerian theory, the S type of conditioning applies to options are modified behavior, stimulant behavior, operant behavior and finally respondent behavior. And the answer is respondent behavior. ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ റെസ്പോണ്ടൻറ്റ് ബിഹേവിയർ ആണ്, പക്ഷേ ചോദിച്ചിരിക്കുന്ന ചോദ്യം രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കുക. ആൻഡ് the fourth question, if learning in situation A may favorably influence learning in situation B, then we have options are പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ, സീറോ ട്രാൻസ്ഫർ, ബൈലെറ്ററൽ ട്രാൻസ്ഫർ. ഉത്തരത്തിന് മുമ്പായിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ദർ ആർ 3 types ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. പോസിറ്റീവ് ട്രാൻസ്ഫർ ഡിവൈഡ് ഇൻറ്റു 2, lateral or horizontal, then the vertical. And the second transfer is negative transfer and third one is zero transfer or neutral transfer. ഇപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിൻ്റെ കാര്യം പറയുമ്പോൾ പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ ആൻഡ് സീറോ ട്രാൻസ്ഫർ ഓർ ന്യൂട്രൽ ട്രാൻസ്ഫർ. ആൻഡ് ഹിയർ ദ ആൻസർ ഈസ് പോസിറ്റീവ് ട്രാൻസ്ഫർ. അത് ഓർത്ത് വയ്ക്കാം. ആൻഡ് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, Kurt Lewin regards the environment of the individual as his. Options are life space, instinctive drift, auto shaping, none of the above. And the answer is life space. കർട്ട് ലെവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈസ് എ ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് നോൺ ഫോർ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ആക്ഷൻ റിസർച്ച് ആൻഡ് T ഗ്രൂപ്പ്സ്. ദെൻ വാട്ട് അബൌട്ട് ഫീൽഡ് തിയറി? ഫീൽഡ് തിയറി പറയുകയാണെങ്കിൽ സൈക്കോളജിക്കൽ തിയറിയാണ് വിച്ച് എക്സാമിൻസ് ദ പാറ്റേൺസ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ ടോട്ടൽ ഫീൽഡ് ഓർ എൻവിറോൺമെൻറ്റ്. ഈ കാര്യം കൂടി ഓർത്ത് വയ്ക്കാം. ഹിയർ ദ ക്വസ്റ്റ്യൻ, Kurt Lewin regards the environment of the individual as his life space. And the sixth question is programmed learning. Options are is not helpful for teaching, is not helpful in the socialization of the child, is not helpful in classroom situation, is not helpful for teachers. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. And the answer is not helpful in the socialization of the child. And the seventh question is which among the theories is not under transfer of learning? Yes, the options are mental discipline theory, theory of identical elements, transposition theory and finally learning theory. And the answer is learning theory. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അണ്ടറിൽ വരുന്ന ഏതൊക്കെയാണ്? തിയറി ഓഫ് ഫോർമൽ ഡിസിപ്ലിൻ, തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ്, തിയറി ഓഫ് ജനറലൈസേഷൻ ആൻഡ് തിയറി ഓഫ് ട്രാൻസ്പോസിഷൻ. ഇതൊക്കെ ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൻ്റെ കീഴിൽ വരുന്ന തിയറീസാണ്. ഇത് വരാത്തത് ലേണിംഗ് തിയറിയാണ്. ആൻഡ് ദ എയ്ത്ത് വൺ ഈസ് a boy who is learning to ride a bicycle will have to discard many wrong movements until he learns how to ride it perfectly. The principle underlying this process of learning is called, options are trial and error,
inside, classical conditioning, instrumental conditioning. And the answer is trial and error. Trial and error ആരുടെയാണ്? Thorndikeൻ്റെയാണ്. Trial and error, that is Thorndike. And the ninth one is, a principle in Thorndike's theory reveals that the strength of the bond decreases proportionately with the non-use of a particular bond or a connection over a period of time. What is the name of this principle? Options are law of effect, law of disuse, law of frequency, none of the above. And the answer is law of disuse. ഇപ്പോൾ നമ്മൾ law of learning അല്ലെങ്കിൽ laws of learning കാര്യം പറയുകയാണെങ്കിൽ there are 3 types of laws of learning. The first one, law of readiness. Second one, law of effect. Third one, law of exercise. And law of exercise divided into 2, law of use and law of disuse. ഇതിൽ ഉത്തരം വരുന്നത് law of disuse. And the 10th one is, the theorists who emphasize that learning essentially involves a change in cognition and not merely the acquisition of a response are popularly known as. Options are Gestalt psychologist, psychoanalyst, cognitive theorist, and finally functionalist. And the answer is cognitive theorist. So please focus on the cognition, the word cognition. And the next one, a driver who has learned left-hand driving finds it difficult to learn right-hand driving. It is due to. Options are negative transfer, positive transfer, zero transfer, none of the above. നമ്മൾ ഓൾറെഡി ട്രാൻസ്ഫർ ഓഫ് ലേണിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 2 types, lateral or horizontal, and the another one is vertical. Then negative transfer, വേറെ ഓപ്ഷൻസ് അതായത് പറയുന്ന സബ് ഡിവിഷൻസ് ഒന്നുമില്ല. ആൻഡ് ഹിയർ ദ ആൻസർ ഈസ് നെഗറ്റീവ് ട്രാൻസ്ഫർ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ റൈറ്റ് സൈഡ് ആകുമ്പോൾ വെളിനാട്ടിൽ അബ്രോഡിൽ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ഡ്രൈവിൻ്റെ സീറ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഹിയർ ദ ആൻസർ ഇസ് നെഗറ്റീവ് ട്രാൻസ്ഫർ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ 12th one is the theory of insightful learning was propounded by. Options are behaviorist, gestalist, structuralist, functionalist, and the answer is gestalist. Then അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ emerged in Austria and Germany in the early 19th century based on the work of Max Wertheimer, Kohler, Kafka. ഇപ്പോൾ ജസ്റ്റാലിസ്റ്റ് പറയുമ്പോൾ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് വരുന്നുണ്ട്, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ബേസ്ഡ് ഓൺ വർക്ക് ഓഫ് വെർത്തിമർ, കോഹ്ലർ, കോഫ്ക ഓർത്ത് വയ്ക്കുക. എമർജ് ഇരിക്കുന്ന സ്ഥലം പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയും ജർമ്മനിയിലാണ്, ഏർലി 19th century. ദ വേർഡ് ജസ്റ്റാർട്ട് ഈസ് ഇൻ്റർപ്രറ്റഡ് ആസ് പാറ്റേൺ ഓർ കോൺഫിഗറേഷൻ. അത് ഓർത്ത് വയ്ക്കുക. ജസ്റ്റാർട്ട് എന്ന വാക്കിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പാറ്റേൺ ഓർ കോൺഫിഗറേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, 13th one is, the monthly salary of a government servant is regarded as a reinforcement of. Options are fixed interval schedule, variable ratio schedule, fixed ratio schedule, and finally variable interval schedule. And the answer is fixed interval schedule. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ ഉണ്ട്. ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഈ 4 കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദ ആൻസർ, ദ കറക്റ്റ് ആൻസർ ഇസ് ഫിക്സഡ് ഇൻ്റർവൽ ഷെഡ്യൂൾ. And the 14th question, Thorndike put a hungry dash in a puzzle box for his experiment. Options are dog, rat, cat, none of the above. നമുക്കറിയാവുന്ന കാര്യമാണ്. പാവ്ലോവിൻ്റെ പട്ടി, സ്കിന്നറിൻ്റെ റാറ്റ്, തോണ്ടേക്കിൻ്റെ കാറ്റ്. അത് ഓർത്ത് വയ്ക്കാം. പാവ്ലോവിൻ്റെ ഡോഗ്, സ്കിന്നറിൻ്റെ റാറ്റ്, തോണ്ടേക്കിൻ്റെ കാറ്റ്. ആൻഡ് ഹിയർ ദ ആൻസർ ഈസ് കാറ്റ്. ആൻഡ് ഫൈനലി ദ 15th question, the distinguishing feature of the approach is its emphasis on the individual's phenomenology. Options are developmental, social, psychological, physiological, and cultural. And the answer is social, psychological. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അഡോളസൻ സൈക്കോളജിയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള, അല്ലെങ്കിൽ അഡോളസൻ സൈക്കോളജിയുടെ കീഴിൽ വരുന്ന 2ാമത്തെ പാർട്ടായിട്ടുള്ള തിയറീസ് ഓഫ് ലേണിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും ആവർത്തിച്ച് വായിക്കുക, അത് ഓർത്തെടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നാളെ മറ്റു വീഡിയോ കാണുന്നവരെ